ഒരുപക്ഷെ ആഗോള വ്യോമയാന ചരിത്രത്തിലെ ആദ്യ സംഭവമായിരിക്കും ഇത്. ഒരു വിമാന കമ്പനി അവരുടെ വിമാനം വറന്നു വെക്കുക, അതും 100 കോടിയിലധികം രൂപ വില വരുന്ന വിമാനം. ചോദിക്കാനും പറയാനും ആരുമില്ലാതെ കൊൽക്കത്തയിലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് എയർ ഇന്ത്യയുടെ ബോയിങ് 737-200 വിമാനം 13 വർഷം കിടന്നത്. VTEHH എന്ന രജിസ്ട്രേഷനുള്ള ഈ വിമാനം 1982 ഇന്ത്യൻ എയർലൈൻസിന് കൈമാറുന്നത്. പിന്നീട് അലയൻസ് എയറിന് വേണ്ടിയും 2007 എയർ ഇന്ത്യ അതിനെ ചരക്ക് ഗതാഗതത്തിനുമായും ഉപയോഗിച്ചിരുന്നു. 2012 അതിന്റെ അവസാന പറക്കൽ. അന്ന് ഡീകമ്മീഷൻ ചെയ്ത VTEHH വിമാനം പക്ഷേ വിൽക്കുകയോ പൊളിച്ചു മാറ്റുകയോ ചെയ്യാതെ കൊൽക്കത്ത വിമാനത്താവളത്തിന്റെ ഒരറ്റത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. മാനേജ്മെന്റിന്റെ വീഴ്ചയുടെ ഭാഗമായി ഈ എയർലൈൻ എയർ ഇന്ത്യയുടെ രേഖകളിൽ നിന്നും അപ്രത്യക്ഷമാവുകയും ചെയ്തു. വിമാനം എയർഫീൽഡിൽ പാർക്ക് ചെയ്തതിന്റെ വാടക ചോദിച്ച് എയർ ഇന്ത്യക്ക് എയർപോർട്ട് അധികൃതർ പലതവണ ഇൻവോയ്സ് അയച്ചെങ്കിലും വിമാനം തങ്ങളുടേതല്ല എന്നായിരുന്നു എയർ ഇന്ത്യയുടെ മറുപടി. എയർ ഇന്ത്യയുടെ രേഖകളിലൊന്നും അങ്ങനെ ഒരു വിമാനത്തെക്കുറിച്ച് പരാമർശമേ ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നു അതിന് കാരണം. ഇക്കാലം അത്രയും വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരു ഡേറ്റാബേസിലും ഈ വിമാനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരുന്നില്ല. 100 കോടി മൂല്യമുള്ള ഈ വിമാനം എയർലൈൻസിന്റെ ബാലൻസ് ഷീറ്റിൽ നിന്ന് പൂർണ്ണമായും മാഞ്ഞു പോയിരുന്നു. വിമാനത്തിന്റെ ഇൻഷുറൻസ് രേഖകൾ, മെയിൻ്റനൻസ്, സാമ്പത്തിക രജിസ്റ്ററുകൾ എന്നിവയിലൊന്നും VTEHH വിമാനത്തിന്റെ വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന വസ്തുത. അതുകൊണ്ട് തന്നെ എയർ ഇന്ത്യയുടെ സ്വകാര്യവൽക്കരണവും ടാറ്റ ഗ്രൂപ്പിനുള്ള കൈമാറ്റവും നടന്നപ്പോഴും മൂല്യനിർണ്ണയത്തിൽ ഇത് ഉൾപ്പെട്ടിരുന്നില്ല.